നാട്ടുകാരുടെ പതിറ്റാണ്ടുകളായുള്ള സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന സന്തോഷത്തിലാണ് കോഴിക്കോട്ടെ പുതിയ പാലത്തുകാർ. മഴവിൽ വർണ്ണത്തിൽ പുതിയ പാലത്ത് വലിയ പാലം ഒരുങ്ങിക്കഴിഞ്ഞു. കിഫ്ബി ഫണ്ടിൽ പൂർത്തിയാക്കിയ വലിയ പാലം 20-ന് നാട്ടുകാർക്കായി തുറന്നുകൊടുക്കും. പുതിയ പാലമെന്നാണ് പേരെങ്കിലും വർഷങ്ങളായി ഇവിടെ ഒരു പഴയ ഇടുങ്ങിയ പാലമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഗതാഗതക്കുരുക്കിലമർന്ന ജനങ്ങളുടെ ആവശ്യമായിരുന്നു പുതിയ പാലത്ത് ഒരു വലിയ പാലം എന്നുള്ളത്. അതാണിപ്പോൾ സ്ഥലമേറ്റെടുപ്പ് ഉൾപ്പെടെ 60 കോടി രൂപയാണ് ചെലവായത്. 16.53 കോടി രൂപ പാലം നിർമ്മാണത്തിനും ചെലവായി. 1942 നിർമ്മിച്ച പടികളുള്ള പാലം തകർന്നപ്പോഴാണ് ഇവിടെ ഇരുചക്ര വാഹനത്തിന് പോകാൻ മാത്രം വീതിയുള്ള ചെറിയ പാലം നിർമ്മിച്ചത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുചക്ര വാഹനം പോയാൽ പോലും കുടുങ്ങുന്ന അവസ്ഥയായിരുന്നു മുൻപുണ്ടായിരുന്നത്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തന്നെ ചെറിയതിന് പകരം പുതിയ പാലം വേണമെന്ന ആവശ്യമുയർന്നു. 2007 എ പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ പാലത്തിനായി ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി. കക്ഷി രാഷ്ട്രീയമില്ലാതെ ജനകീയ കൂട്ടായ്മയായി പ്രവർത്തനം തുടർന്നു. കോൺക്രീറ്റ് ഇളകി വീണ് പാലം അപകടാവസ്ഥയിലായപ്പോൾ 2017 പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. ഇടയ്ക്ക് കാൽനട പോലും വിലക്കി. പിന്നീട് സിമന്റ് വെച്ച് തൽക്കാലം പൊട്ടലുകൾ അടച്ചതോടെയാണ് ഗതാഗതം പുനരാരംഭിച്ചത്. സർക്കാരുകൾ മാറി മാറി വന്നെങ്കിലും പാലത്തിന്റെ മുന്നോട്ട് പോക്ക് പക്ഷേ മെല്ലെയായിരുന്നു. പിന്നീട് അഹമ്മദ് ദേവർകോവിൽ MLA നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി. 2016 പാലത്തിന് തുക അനുവദിച്ചു. പിന്നീട് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 60 കോടി രൂപയാക്കി. ഭൂമി ഏറ്റെടുപ്പും നടപടിക്രമങ്ങളുമെല്ലാമായി നീണ്ടു. 2022 ജൂലൈ 3 പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ ചുമതലയിൽ PMR കൺസ്ട്രക്ഷൻസാണ് പാലത്തിന്റെ നിർമ്മാണം നടത്തിയത്. ഏതാണ്ട് 50 വർഷക്കാലത്തോളമായിട്ട് മുടങ്ങിക്കിടന്ന ഒരു പ്രൊജക്റ്റായിരുന്നു പുതിയ പാലത്തെ വലിയ പാലം. ഞാൻ 5 വർഷം മുമ്പ് വോട്ട് ചോദിച്ച് പുതിയ പാലത്ത് വന്നപ്പോൾ അവിടുത്തെ ജനങ്ങൾ വളരെ താല്പര്യപൂർവ്വം എന്നോട് ചോദിച്ചൊരു ചോദ്യം, എല്ലാ തിരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥികൾ വരും, ഇവിടെ പുതിയ പാലം യാഥാർത്ഥ്യമാക്കുമെന്ന വാഗ്ദാനം നൽകി തിരിച്ചു പോകാനാണ് പതിവ്. നിങ്ങളോട് ഞങ്ങൾ ഒരു ഉറപ്പ് ചോദിക്കുകയാണ്, ഈ പാലം യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഞങ്ങൾ ഉറപ്പ് അവർക്ക് കൊടുത്തു. എൻ്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് ഈ പാലം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തിരിക്കും എന്ന ഉറപ്പ് അവർക്ക് കൊടുത്തു. ഒരുപാട് പ്രതിസന്ധികൾ അതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്, നമുക്കറിയാം. കോവിഡുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നിരവധി കോടതി വ്യവഹാരങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ തീർത്തു പോകേണ്ട സാഹചര്യങ്ങളുണ്ട്. ചില കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു കൂട്ടുസ്വത്ത് ആയിട്ട് ബന്ധപ്പെട്ട്. അതൊക്കെ നിരന്തരമായി ബന്ധപ്പെട്ട് സിറ്റിംഗ് നടത്തി പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകേണ്ട അവസ്ഥകളുണ്ടായിട്ടുണ്ട്. ആ രീതിയിൽ ഒരു പ്രൊജക്റ്റ് യാഥാർത്ഥ്യമാക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരു നല്ല സമന്വയത്തിൻ്റെ രീതി സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ മാസം 20-ാം തീയതി രാവിലെ 9 മണിക്ക് കേരളത്തിൻ്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ആ പാലം ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയാണ്. 60 കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പാലത്തിൻ്റെയും അപ്രോച്ച് റോഡുകളുടെയും പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. പാലത്തിന് മാത്രം ഏതാണ്ട് 16 കോടിയാണ് ചിലവ്. മൊത്തം 60 കോടിയിലധികം ചിലവ് വന്നുകൊണ്ടാണ് ഈ പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളത്. പുതിയ പാലവും മാങ്കാവും തമ്മിൽ ഒരു വലിയ ഹൃദയബന്ധം സ്ഥാപിക്കാൻ ഈ പാലം തുറക്കുന്നതിലൂടെ സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ബൈപ്പാസിലൂടെ വരുന്ന വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം മാങ്കാവ് ജംഗ്ഷനിലെത്തിയാൽ ഇനി ഒരുപക്ഷെ നേരെ പോകണോ അല്ലെങ്കിൽ ഇടത്തോട്ട് പോകണോ എന്ന് സംശയിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവും. കാരണം ബൈപ്പാസിനേക്കാൾ വലിയ വീതി വിസ്താരത്തിലാണ് ഈ പാലവും അപ്രോച്ച് റോഡും വന്നിട്ടുള്ളത്. ആ രീതിയിൽ ജനങ്ങൾ ഏറെ സ്വാഗതം ചെയ്യപ്പെടുന്ന ഒരു പദ്ധതി തന്നെയാകും ഇത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. 1/4 നൂറ്റാണ്ടിലേറെയായുള്ള സ്വപ്നമാണ് യാഥാർത്ഥ്യമായത് എന്നത് നാട്ടുകാർക്കും സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. 62 മുതൽ ഇങ്ങനെ കേൾക്കണതാണ്, വരും നാളെ വരുന്നത്. ഇപ്പോൾ വന്ന് സന്തോഷമില്ലാതിരിക്കുമോ? കാരണം ബിംസിലേക്കൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റുമല്ലോ ഇവിടുന്ന്, അല്ലെങ്കിൽ ചുറ്റി വളഞ്ഞു പോകണ്ടേ. ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. പാലം വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മളൊക്കെ കച്ചവടമൊക്കെ വളരെ മോശമായിരുന്നു. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു രീതിയിലേക്ക് ഉയരും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുകയാണ്. ഒരുപാട് മാറ്റം വരുമല്ലോ ഇത് വന്നു കഴിഞ്ഞാൽ. ഞങ്ങളൊക്കെ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച ഒരു സംഭവം. എനിക്കിവിടെ കച്ചവടം ഉണ്ടായിരുന്നു, അതൊക്കെ ഇത് വന്നതിന് ശേഷം പോയതാണ്. എന്നാൽ പോലും കുറച്ച് സ്ഥലം ഞങ്ങൾക്ക് ബാക്കിയുണ്ട്. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരുപാട് കാലത്തെ ചിരകാല അഭിലാഷമാണ്
കുറേ ആൾക്കാർ കാണാണ്ട് പോയി പറഞ്ഞല്ലേ അല്ലേ? നല്ലതായി, എല്ലാവർക്കും സന്തോഷമായി. കുറേ കാലമായിട്ട് എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ 80 വയസ്സായി. 9 വയസ്സാകുമ്പോൾ അമ്മ പുതിയാലം വന്നതായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് വളരെ സന്തോഷമുണ്ട്. നോക്കി കിടന്നാൽ ഞങ്ങൾ ഇതിൻ്റെ വർക്കർമാരാണ്, ലൈറ്റിൻ്റെ വർക്കർമാരാണ്. അതിൻ്റെ പണി ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഫിനിഷിംഗ് പോയിന്റിലെത്തി. സന്തോഷമല്ലേ എല്ലാ കാര്യത്തിലും. ഞങ്ങളൊക്കെ ഏറെ കാലത്തിലിടയ്ക്കുള്ളൊരു ആഗ്രഹമാണ് അത്. ഇപ്പം ഇങ്ങനെ നടന്നു പോയത് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം കുറേയായി ഞങ്ങളൊക്കെ ഇങ്ങനെ ഒരു ദുരിതം അനുഭവിക്കുന്നു ഇവിടുത്തെ. അപ്പോൾ പെട്ടെന്ന് നന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രദേശത്ത് ഒരു വികസനം നടക്കുമ്പോൾ ഒരു സന്തോഷമേ ഉള്ളൂ. കനോലി കനാലിന് കുറുകെ ആർച്ച് രൂപത്തിലാണ് പാലം. ഇതിനോട് ചേർന്ന് റോഡുമുണ്ട്. 11 മീറ്റർ വീതിയാണ് പാലത്തിനുള്ളത്. പാലം തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗത്തുള്ള സ്ഥലത്ത് പാർക്കോ ജിമ്മോ ഒക്കെ നിർമ്മിക്കുന്ന കാര്യവും പരിഗണിക്കുന്നുണ്ട്. കിഫ്ബിയിലൂടെ വലിയ വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നാട്ടിൽ നടന്നു വരുന്നത്. കിഫ്ബി ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്ന പഴയ കാലത്തേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കിഫ്ബിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യമാവുക. നമുക്കറിയാം, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കച്ചവട സ്ഥാപനമല്ല. പക്ഷെ പഴയ കാലത്ത് നമ്മളൊക്കെ പഠിച്ച സ്കൂളുകൾ ചോർന്നൊലിക്കുന്ന മേൽക്കൂരയും കയ്യും കാലും പൊട്ടിയ ബെഞ്ചും ഡെസ്കുമുള്ള സ്കൂളുകളും നമ്മുടെയൊക്കെ മനോനുകരത്തിലുണ്ട്. ആ സാഹചര്യം മാറ്റി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ബിൽഡിംഗ് ക്ലാസ് മുറികളുമാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചത് കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര നിലവാരമുള്ള ലാബുകൾ സജ്ജമാക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. പശ്ചാത്തല വികസന രംഗത്ത് വലിയ കുതിച്ചുചാട്ടം നടത്താൻ സാധാരണഗതിയിൽ നമുക്ക് പ്ലാൻ ഫണ്ട് മാത്രം മതിയാകില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് കിഫ്ബി ഫണ്ടിന് അനിവാര്യത ബോധ്യപ്പെടുകയും ആ ഫണ്ട് വ്യാപകമായി ഉപയോഗപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തുടനീളം നടന്നു വരികയും ചെയ്തു. നിരവധി പാലങ്ങൾ, റോഡുകൾ, നമുക്കറിയാം നാഷണൽ ഹൈവേ, മലയോര ഹൈവേ, അതുപോലെ തീരദേശ ഹൈവേ, എണ്ണിയാൽ ഒതുങ്ങാത്ത പദ്ധതികളാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് നമ്മുടെ സരോവരം ബയോ പാർക്ക്. അവിടെയും ഒരു വലിയ പദ്ധതിക്ക് ഗവൺമെൻറ് ഫണ്ട് നീക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. കോഴിക്കോടിൻ്റെ മുഖച്ഛായ മാറ്റുന്ന ഒരു പദ്ധതിയായി ഇത് മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ രീതിയിൽ കിഫ്ബി ഇല്ലാത്ത ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് ഈ കിഫ്ബി എന്ന് പറയുന്ന പദ്ധതിയെ കൂടി കേരളത്തിൻ്റെ കടബാധ്യതയിൽ ഉൾപ്പെടുത്തി ഗവൺമെൻറ്റിനെ ഞെക്കിഞ്ഞിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന വസ്തുതയും നമുക്ക് വിസ്മരിച്ചുകൂടാ. എന്നാൽ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തനത് വരുമാനം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നേരിട്ട് മുന്നോട്ട് പോകാൻ ഈ ഗവൺമെൻറ് സാധിച്ചു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായി നമ്മൾ നോക്കിക്കാണേണ്ടത്. തളി പുതിയ പാലം റോഡിനെയും ഗോവിന്ദപുരം കല്ലിട്ടനട റോഡിനെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം. കല്ലുത്താൻ കടവ് റോഡിലേക്ക് പാലം ചേരുന്ന ഭാഗത്തെ വീതിക്കുറവ് ഉടൻ പരിഹരിക്കും. ഇറങ്ങുന്ന ഭാഗത്തെ റോഡ് ഉയർത്തിയിട്ടുണ്ട്. കല്ലുത്താൻ കടവ് റോഡിന്റെ നവീകരണത്തിനുള്ള പദ്ധതിയും വരുന്നുണ്ട്. തളി മുതൽ വളയനാട് വരെയുള്ള റോഡ് വികസനമാണ് നേരത്തെ പദ്ധതിയിലുണ്ടായിരുന്നത്. ടെമ്പിൾ റോഡെന്നായിരുന്നു പേര്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് അതൊഴിവായി. പകരം പുതിയ പാലം പ്രൊജക്ട് നടപ്പിലാവുകയായിരുന്നു. ബൈപ്പാസിൽ നിന്ന് പുതിയ പാലത്തേക്ക് എത്തുന്നതിന് തൊട്ടുമുൻപുള്ള ചെറു റോഡുകളായ വാട്ടർ ടാങ്ക് റോഡ്, ഈശ്വരമംഗലം റോഡ് എന്നിവയുടെ പണി ആരംഭിച്ചിട്ടുണ്ട്. പോക്കറ്റ് റോഡുകളുടെ പണി വേഗത്തിലാകുന്നതോടുകൂടെ ഗതാഗത കുരുക്കിന് കൂടെ വലിയ പരിഹാരമാകും. ഒരു നാടിൻ്റെ സ്വപ്നമാണിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. അതിനായി നാടൊന്നിച്ചു നിൽക്കുകയായിരുന്നു. ഒരുപാട് കാലത്തെ കാത്തിരിപ്പ് സഫലമായി. പാലവും ഇരുവശങ്ങളിലുമുള്ള അപ്രോച്ച് റോഡുകളുമാണിപ്പോൾ പൂർത്തിയായത്. ഇനി പാളയം റെയിൽവേ സ്റ്റേഷൻ, തളി, കല്ലായി ഭാഗങ്ങളിലേക്കുള്ള ഗതാഗതം എന്നിവയെല്ലാം എളുപ്പമാവും. നഗരത്തിലെ തിരക്കും കുറയും. കിഫ്ബി ഫണ്ടിലൂടെ പുതിയ പാലത്തെ വലിയ പാലമെന്ന സ്വപ്ന സാക്ഷാത്കാരം ഈ മാസം 20 രാവിലെ മന്ത്രി PM മുഹമ്മദ് റിയാസ് നാട്ടുകാർക്കായി തുറന്നുകൊടുക്കും. അമൃത ന്യൂസ്, കോഴിക്കോട്.